ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചൂടിന് വിശപ്പും ദാഹവും മാറാനും അതുപോലെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ, അതുപോലെ കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കസ്കസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ്, അതായത് സബ്ജ സീഡ്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കസ്കസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇനി ഈ കോൺഫ്ലോറിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ കോൺഫ്ലോർ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തിട്ട് ഈ പാൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാലെടുക്കുക കേട്ടോ. ഞാനിവിടെ ഈ ഡ്രിങ്കിനായിട്ട് 1 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. പാൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ പാല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഇല്ലേ, അത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കോൺഫ്ലോർ കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ കുറുകി വരും, അതുകൊണ്ട് ഇത് കട്ടയൊന്നും കെട്ടാതിരിക്കാൻ ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ പാല് നല്ലതുപോലെ തിളച്ചിട്ട് കോൺഫ്ലോറൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരുപാട് തിക്കായിട്ടില്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ ഇത് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കോൺഫ്ലോർ നല്ലതുപോലെ വെന്തിട്ട് പാല് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് വരാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ പാലിൻ്റെ മിക്സ് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ മിക്സ് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും പിന്നെ മധുരത്തിന് ആവശ്യമായി പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 2-3 ഡ്രോപ്പ് പിസ്താച്ചിയോൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്താച്ചിയോൻ്റെ എസൻസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത ഈ ഡ്രിങ്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത കസ്കസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് പഴുത്ത മാങ്ങ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അനാർ, അതായത് റുമാനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുവില്ലാത്ത നല്ല മധുരമുള്ള കറുത്ത മുന്തിരി കട്ട് ചെയ്തതും പിന്നെ 2 മൈസൂർ പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈസൂർ പഴത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ പഴം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിതിലേക്ക് അധികം പുളിയില്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഡ്രിങ്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷമോ സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഡ്രിങ്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മാത്രമാണ് കേട്ടോ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ചൂടിന് വിശപ്പും ദാഹവും ക്ഷീണവും മാറാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ ഇത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ കുറച്ച് പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.